ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ നമ്മൾ ഇന്നൊരു ഇൻട്രസ്റ്റിംഗ് വ്ളോഗുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഞാനും ചേച്ചി ഇന്നേ വരേക്ക് നമ്മുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു കാര്യം ചെയ്യാനായിട്ടാണ് ഇന്ന് പോകുന്നത്. സോ യെസ്, ഫസ്റ്റ് നമ്മളുടെ ഈ ഷോപ്പിലേക്കാണ് പോയത്. ATC ഫിഷ് നെറ്റ്സ്. ഇത് നമ്മുടെ കോഴിക്കോട് ബീച്ചിന് ഓപ്പോസിറ്റാണ് ഈ ഒരു ഷോപ്പുള്ളത്. അങ്ങനെ അതാ ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് കയറി. നിങ്ങൾക്ക് കാണാമല്ലോ, ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് കാണുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവുണ്ടായിരിക്കും ഞാൻ എന്ത് കാര്യത്തിനാണ് ഞാനും ചേച്ചിയും കൂടെ പോകുന്നതെന്ന്. ഇനി നിങ്ങൾക്ക് ഞാനിൻ്റെ മുമ്പ് ആ ഒരു സർപ്രൈസ് ഒളിപ്പിക്കാൻ നിൽക്കുന്നില്ല. ഇത്രയും കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവുമായിരിക്കും നമ്മൾ എന്തിനാ പോകുന്നത്. ഗൈസ്, നമ്മൾ മീൻ പിടിക്കാൻ പോകണം. ഇന്നേ വരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല കേട്ടോ ഈ കാര്യം. സത്യമായിട്ട് പറയാം, ഇതേ വരെ ചെയ്തിട്ടില്ല. അങ്ങനെ ഞാൻ എന്താ ആ ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് ആ എണ്ണോടത്ത് പോയിട്ട് എനിക്കൊരു ചൂണ്ട വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഏട്ടൻ എന്താ ഓരോന്നും കാണിച്ചു തരാൻ തുടങ്ങി. ഈ കാണിക്കുന്ന ചൂണ്ടയാണ് കേട്ടോ ഞാൻ സെലക്ട് ചെയ്തത്. ലൂക്കാൻ്റെ മെഷീനാണ് ഇത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത മെഷീനാണ്. അതുപോലെ ഇതും അതിനേക്കാൾ ഒന്നുകൂടി കപ്പാസിറ്റിയാണ്. ഇത് 4000 കപ്പാസിറ്റിയാണ്. ഇത് 4000 ഉണ്ട്. രണ്ട് കമ്പനികളാണ്. ഒരേ പെർഫോമൻസൊക്കെ രണ്ടും കമ്പനി ഡിഫറെൻ്റ്. ഇത് വെയിറ്റ് 1 കിലോ 1.5 കിലോ ഉണ്ടാക്കി മീനിനെ തങ്ങാൻ പറ്റും. നമുക്ക് കരയിലേക്ക് ഒരുപാട് വെയിറ്റിൽ മീനെ കൊണ്ടുവരാൻ പറ്റും. മീൻ തൂക്കിയിടുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ. അത് നമ്മൾ കരയിൽ വന്നു കഴിഞ്ഞാൽ കോരി വല പോലത്തെ ഒരു വലയുണ്ട്, അത് ഉപയോഗിച്ചിട്ട് അതിനിങ്ങനെ കുത്തി ഇരിക്കാൻ പറ്റും. ഇതൊക്കെ ഇതിൻ്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഫൈബർ ഗ്ലാസ് എന്ന് പറഞ്ഞുള്ള ഹാഫിൻ്റെ ഒരു മെറ്റീരിയലാണ്. ഇത് അത്യാവശ്യം നല്ലതാണ്. അത്യാവശ്യം അത്ര ബെൻഡാക്കി ഇതാക്കി പെട്ടുന്ന ഒരു ഇതല്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി ഇത്. ഈ മെഷീൻ്റെ അകത്തേക്ക് നമ്മൾ ബ്രൈഡോ അല്ലെങ്കിൽ ലൈൻസ് നമ്മൾ ഉപയോഗിക്കും. ഇതിൻ്റെ നൂലിൻ്റെ തിക്കൻസ്, ഇത് കപ്പാസിറ്റി. ഇത് എത്ര ലെങ്ത് കയറും എന്നുള്ളതാണ്. ഇത് 0.30 തിക്കൻസ്. മറ്റെത്ര ലെങ്ത് കയറുന്നതാണ്. ഇതാണ് നമ്മൾ സെലക്ട് ചെയ്ത ആ ഒരു ചൂണ്ടയിലേക്ക് ഈ ഒരു നൂല് ഇങ്ങനെ തന്നെയാണോ പറയേണ്ടത് എനിക്കറിയില്ല. ഈ ഒരു നൂല് അതിലേക്ക് ഇങ്ങനെ സർക്കിൾ ചെയ്ത് ഇങ്ങനെ ആക്കിയിട്ടാണ് അത് കയറ്റുന്നത്. സോ എങ്ങനെ കിട്ടും, ഇനി എന്താവോന്നോ എന്തെങ്കിലും ശരിയാവോന്നോ ഒന്നും അറിയില്ല. നമ്മൾ 2 ആൾക്കാരും കൂടെ അങ്ങ് ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് ഒരു മീൻ പിടുത്തത്തിനായിട്ട്. ലൈൻ ആണെങ്കിൽ അതായത് ബ്രൈഡോ അല്ലെങ്കിൽ സാധാ മോണോ ലൈൻ ആണെങ്കിലും 10 എണ്ണം ഇടുന്നുണ്ടെങ്കിൽ 215 മീറ്റർ ഇതിൻ്റെ അകത്ത് കയറും. 12 എണ്ണം ആണെങ്കിൽ 160 മീറ്റർ ഇതിൻ്റെ അകത്ത് കയറും. 15 എണ്ണം ആണെങ്കിൽ 120 ഇതിൻ്റെ അകത്ത് കയറും. ഇത് നമ്മൾ ഈ റാഡിൻ്റെ ഈ വശത്തേക്ക് ഇതിൻ്റെ ഹെൽത്ത് കയറ്റും. ഇങ്ങനെ കയറ്റിയിട്ട് പിന്നെ നമ്മളിതിൻ്റെ പിൻവശത്തുള്ള ഇതിനെ തിരിച്ചിട്ട് ഈ ഒരു ഗ്യാപ്പ് ഉണ്ട്, അതിൻ്റെ അകത്തേക്ക് അതിനെ കറക്റ്റ് പിടിച്ചിട്ട് ഇങ്ങനെ കയറ്റി ഇട്ട് കഴിഞ്ഞ് ഇത് ലോക്കായി ഈ കപ്പിൽ ടൈറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ മെഷീനടക്കം നമ്മൾ 2200 വരും ഇതിൻ്റെ. ആ സമയം കൊണ്ട് അവരെല്ലാവരും ഈ സംഭവങ്ങളൊക്കെ പാക്ക് ചെയ്ത് തരുമായിരുന്നു. ഈ ചേച്ചിക്ക് ഭയങ്കര മടിയായിരുന്നു വീഡിയോയുടെ മുന്നിൽ വരാനായിട്ട്. എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ആളെ ഇവിടെ കൊണ്ട് നിർത്തിയതാണ്. അവർക്കെല്ലാവർക്കും ബൈ പറഞ്ഞു, സപ്പോർട്ട് ചെയ്തതിനും എല്ലാത്തിനും താങ്ക്സും പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. നമുക്കിനി നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോവാം. ചേച്ചിക്കുട്ടി ഭയങ്കര വലിയ ഡ്രൈവിങ്ങിലാണ്. ആൾ ഭയങ്കര പ്രോ ഡ്രൈവറാണ്, റൈഡറാണ്. എപ്പോഴും എനിക്ക് തെറ്റിപ്പോകും. അങ്ങനെ ഇത് ഫിഷ് ഫ്രൈ ചെയ്യാനായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് നമ്മൾ ഷോപ്പിലോട്ട് കയറി. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, എണ്ണ, ഉപ്പ്, ഇത്രയും സാധനങ്ങളാണ് വാങ്ങിച്ചത്. ഇത്രയും തന്നെ വാങ്ങിയിട്ടുള്ളൂ. അത് ഞാൻ എന്താ അവിടെ നിന്ന് ഇറങ്ങി. നമ്മളിനി നേരെ നമ്മുടെ സ്ഥലത്തേക്ക് പോവുകയാണ്. സൂപ്പർ മാസം ഇറങ്ങിക്കോ.
പാർക്കിങ്ങിൽ സം ട്രബിൾസ് നടന്നു. അതുകൊണ്ടാണ് ആളുടെ ഫേസ് ഇങ്ങനെ കടന്നു കുത്തിയാണൊക്കെ ഇരിക്കുന്നത് കേട്ടോ. ആൾക്കിങ്ങനെ പാർക്കിംഗ് ശരിയായില്ല എങ്കിൽ ഒന്നും ശരിയാവില്ല. ആളുടെ മൈൻഡ് തന്നെ അങ്ങ് മാറിപ്പോവും. തുറന്ന് സാധനം എടുക്കും, ഓരോന്നോരോന്നായിട്ട് എടുക്കും. ഹൈ കോൺഫിഡൻസിൽ നമ്മൾ മീൻ കിട്ടിയാൽ കുറേ മീനൊക്കെ കിട്ടുന്നുണ്ടെങ്കിലും എന്ന് കരുതിയിട്ട് എൻ്റെ മീൻ ബോക്സൊക്കെ കൊണ്ടുവന്നു. അത് ഒരിടത്ത് കൊണ്ട് പ്ലേസ് ചെയ്യണമല്ലോ. അയ്യോ, ഇവിടെ ഫുള്ള് കാടും പടപ്പുമായിട്ട് കിടക്കുകയാണ്. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു വല്ല പാമ്പ് എൻ്റെ ഇടയിൽ ഉണ്ടോ ഇല്ലേ എന്നൊക്കെ. എന്നാലും ഒരു ശുഭപ്രതീക്ഷയോടെ ഞാൻ അങ്ങോട്ട് നടന്ന് നീങ്ങി.